ഒരു നിറനിലാവിന്നല പോലെ, ഒരു മൃദു സ്നേഹമഴ പോലെ, നിറവാൻ നനവാൻ ഹൃദയതന്ത്രി പാവന ശ്രുതിലയമാ സ്മൃതിഗീതം സ്മൃതിഗീതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്മൃതിഗീതത്തിലേക്ക് സ്വാഗതം. സ്മൃതിഗീതം സ്മൃതിഗീതം. വിശുദ്ധ ബൈബിളിൽ ഒരു വചനം ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൈവം പുത്രനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ മാലാഖമാർ പാടിയ ഗാനമാണ്. നല്ല മനസ്സുള്ളവർക്കാണ് സമാധാനം ആശംസിച്ചത്. നമ്മുടെ ജീവിതങ്ങൾക്ക് അങ്ങനെ ഒരു വിശുദ്ധിയും വൃത്തിയുള്ള മനസാക്ഷിയും വളരെ സമാധാനപൂർണമായ ഒരു മനസ്സുമുണ്ടെങ്കിൽ, സമാധാനം കാംക്ഷിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം തന്നെ വന്നുകൊള്ളും. നല്ല മനസ്സ് അത് നമ്മൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ്. അത് നമുക്ക് പലപ്പോഴും ലഭിക്കണമെന്നില്ല. പല 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 സ്വർണം അഗ്നിയിൽ എന്ന പോലെ നമ്മുടെ മനസ്സിനെ സ്ഫുടം ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു നല്ല മനസ്സ് നമുക്ക് ലഭിക്കുക. അതിന് നമ്മുടെ ഒരു വലിയ പ്രയത്നം വേണം. അത് ചുമ്മാ ഉണ്ടാവുന്നതല്ല, നമ്മുടെ ഒരു വലിയ പ്രയത്നമുണ്ട് അതിൻ്റെ പുറകിൽ. അങ്ങനെ ഒരു വൃത്തിയുള്ള ഒരു മനസ്സ് നമുക്ക് അങ്ങനെയുള്ളവർക്കാണ് മാലാഖമാർ ഉണ്ണീശോ ആ ജനിച്ച സമയത്ത് സമാധാനം ആശംസിച്ചത്. അങ്ങനെ നമ്മുടെ മനസ്സ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ വൃത്തിയുള്ള നല്ല ഒരു മനസ്സിനുടമകളായി ഞാനും നിങ്ങളും ആവട്ടെ എന്ന വലിയ പ്രാർത്ഥനയാണ് സ്മൃതിഗീതം ആരംഭിക്കുമ്പോൾ. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ തൻ്റെ സംഗീത ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമ്മുടെ മുമ്പിൽ ഇന്ന് വരുന്നത് മറ്റാരുമല്ല, ശ്രീ ജിനോ കുന്നുംപുറമാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ നിരവധി ആൽബങ്ങളിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ശ്രീ നെൽസൺ പീറ്റർ. നെൽസനെ കുറിച്ച് പറയുമ്പോൾ പീറ്ററേട്ടൻ, KG പീറ്ററേട്ടൻ്റെ മകനാണ് അദ്ദേഹം. ഇവിടെ നമ്മുടെ വേദിയിൽ സ്മൃതിഗീതത്തിൽ അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഈ നിമിഷങ്ങൾ സംഗീത സാന്ദ്രമാക്കാൻ പാടാനായിട്ട് ജിജോ ഉണ്ട്. കീബോർഡിലും ഗിറ്റാറിലും റെനിയലും ഡെനിയുമുണ്ട്. ഈ നിമിഷങ്ങൾ അവർ കൂടുതൽ സംഗീത സാന്ദ്രമാവട്ടെ. എല്ലാവരെയും നമുക്ക് വളരെ സ്നേഹത്തോടെ ഈ നല്ല നിമിഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സ്മൃതിഗീതം സ്മൃതിഗീതം. ജിനോ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കുറച്ച് സംഗീത വിശേഷങ്ങൾ ഞങ്ങളിരുന്ന് പങ്കുവെച്ചു. അന്ന് ശ്രേയക്കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പാട്ടൊക്കെ പാടി. നന്നായിരുന്നു, നല്ല എപ്പിസോഡായിരുന്നു. നമ്മൾ ഈ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ നെൽസനുമായിട്ടുള്ള കൂട്ടുകെട്ടുകളും ജിനോയുടെ മറ്റ് സംഗീത വിശേഷങ്ങളും നെൽസൺ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് യാത്ര ചെയ്യാം. നിങ്ങളുടെ ഒരു ആദ്യ കാഴ്ച എങ്ങനെയാണ്? നെൽസനെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ആ കൂട്ടുകെട്ടിൻ്റെ ഒരു ആരംഭം, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്നെ സംബന്ധിച്ച് ഈ ഇത്ര വർഷക്കാലം ഈ സംഗീത രംഗത്ത് നിന്നിട്ട് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെ ദൈവം എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരുപാട് നല്ല നല്ല മ്യൂസിഷ്യന്മാരെയും പാട്ടുകാർ, ലിറിക്സ്റ്റ്, അങ്ങനെയുള്ള ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ്. അതിലേറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുകയും ഈ സംഗീത ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു ജ്യേഷ്ഠ അനിയനാണ് നെൽസൺ പീറ്റർ. 2005 ഞാനൊന്ന് നേരെ നിൽക്കാൻ തുടങ്ങിയത്. അതായത് 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഇറക്കിയിരിക്കുന്ന CD-കൾ, കാസറ്റുകളൊന്നും ഒരു സ്ഥലങ്ങളിലും വലിയ രീതിയിൽ ഓളമൊന്നും ഉണ്ടാക്കിയില്ല. നമ്മൾ തന്നെ ചെറിയ ചെറിയ മാർക്കറ്റ് കണ്ടെത്തി മുതൽ തിരിച്ചു പിടിക്കും, പിന്നീട് ഉണ്ടാക്കും, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കുമായിരുന്നു, ഒരു പാട്ടെങ്കിലും നീ ഇറക്കി നിൻ്റെ പള്ളിയിൽ എവിടെയെങ്കിലും പാടി കേൾക്കാൻ എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടാവുമോ? അമ്മ കുറേ പേര് ചോദിക്കും, നീ ഒത്തിരി CD-കൾ ഇറക്കുന്നുണ്ട്, ഒരു പാട്ട് പോലും ഒരു സ്ഥലത്തും പാടി കേൾക്കുന്നില്ല, പള്ളികളിലോ ഒരു സ്ഥലത്തും പാടി കേൾക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കുറേ പാട്ടുകൾ ഇറക്കിയിട്ട് കാര്യമില്ല, ജനങ്ങളെ ഏറ്റെടുക്കണം, എവിടെയെങ്കിലും പാടി കേൾക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് KG പീറ്റർ എന്നുള്ള ഒരു മ്യൂസിഷ്യനെ കുറിച്ച് കേട്ടറിയാനായിട്ട് ഇടവന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായിട്ട്
കൂടിയാണ് ദിവ്യദാനം എന്നൊരു CD 2005 പുറത്തിറങ്ങി. അതിൻ്റെ അകത്താണ് ഒത്തിരി ഹിറ്റ് പാട്ട്, എല്ലാം ഹിറ്റ് പാട്ട്. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായവനെ, ആൾത്താരി ഒരുങ്ങി അകതാരൊരുക്കി, ഒരു കോടി ജന്മം ഈ ഭൂമി തന്നാലും, ഈശോയെ നിന്നെ എനിക്ക് എന്തൊരു ഇഷ്ടം, ഒരുപാട് പാട്ടുകൾ. അപ്പം അതുമായിട്ട് അങ്ങനെ പരിചയമുണ്ടായി. അപ്പം ആ കാലഘട്ടത്തിലെല്ലാം നെൽസൺ പീറ്ററിന്റെ മകനാണെന്നും ഒരു മക്കളോട് കുറിച്ച് അറിയെങ്കിലും ഇദ്ദേഹമായിട്ട് കൂടുതൽ അടുപ്പമൊന്നും അങ്ങനെ അന്ന് ഉണ്ടായില്ല. അങ്ങനെ KG പീറ്ററായിട്ട് വർക്ക് തുടങ്ങി. ആദ്യത്തെ ഒരു 3-4 വർക്കുകൾ KG പീറ്റർ ചേട്ടൻ്റെ കൂടെ കുറേ വർക്കുകൾ, ദിവ്യദാനം, ദിവ്യസമ്മാനം, പിതാവ്, കുറേ ആൽബങ്ങൾ, റാഫ കുറേ ആൽബങ്ങൾ ചെയ്തു. അപ്പോൾ ഈ വർക്കുകളിലെല്ലാം നെൽസന്റെ സാന്നിധ്യം ഉണ്ട്. പീറ്റേട്ടൻ കോഴ്സ് പിടിക്കുമ്പോൾ തന്നെ പീറ്റേട്ടൻ്റെ ഒപ്പം തന്നെ മ്യൂസിക്കിനൊപ്പം തന്നെ ഇദ്ദേഹവും ആ കൂടെ തന്നെ പോകുന്നുണ്ട്. മ്യൂസിക് നമ്മളൊരു പാട്ടുണ്ടാക്കുന്ന സമയത്തുള്ള മ്യൂസിക്. അപ്പോൾ അത് കുറേ പ്രാവശ്യം 2-3 ആൽബം പീറ്റേട്ടൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, നെൽസ ഒരു ആൽബം നമുക്കൊന്ന് ചെയ്യാം നെൽസന്റെ മ്യൂസിക്കിൽ. അപ്പം നെൽസൺ ഒരു കാരണവശാൽ അമ്പിന് മില്ലിനടിക്കുക. കാരണം അച്ഛനിങ്ങനെ നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ എന്നാ ഒരു പഴയൊരു എന്ന് പറഞ്ഞ ഒരു അച്ഛനെ നിൽക്കുന്ന സമയത്ത് സാറിന് എല്ലാവരും പറഞ്ഞല്ലോ, നെൽസൺ പറഞ്ഞാൽ ഞാനില്ല, അച്ഛൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അത്രയും നിഷ്കളങ്കനായി ഒഴിഞ്ഞു മാറി. അങ്ങനെ കുറേ പ്രാവശ്യം മുട്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് കാഴ്ച എന്നൊരു ആൽബം 2008 പുറത്തിറങ്ങിയ ഒരു ആൽബമാണ്. അതിലെ പാട്ടാണ് നെൽസൺ ആദ്യമായിട്ട് കമ്പോസ് ചെയ്തത്. നെൽസൺ അതിന്റെ വിശേഷങ്ങൾ പറയാൻ സാർ. എന്തായാലും എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം ഞാനൊരു 12 വർഷമായിട്ട് ശരിക്കും ഗൾഫിലായിരുന്നു. അപ്പം ഞങ്ങൾ ഫോൺ വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ വർക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അന്നൊക്കെ എന്നെ ജിനോ ചേട്ടൻ ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കും, ഇങ്ങനെ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ കാരണം അവിടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കുറേ ടെൻഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കിനെ കുറിച്ചുള്ള ഇതെല്ലാം തീർത്തിട്ടാണ് ഇവിടുന്ന് ഞാൻ നേരെ അങ്ങോട്ട് ദുബായിലേക്ക് പോയത്. അവിടെ പോയി ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് പോയത്. അപ്പോൾ ഞാനിതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു ഉപേക്ഷിച്ച് പോയ പോലെ ആയിരുന്നു. വർക്ക് ഒക്കെ തീർത്ത് ഇനിയിപ്പം ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് നീങ്ങാന്നുള്ള രീതിയിൽ. അപ്പോൾ ജിനോ ചേട്ടൻ ഇടയ്ക്ക് അപ്പോൾ ആ സമയത്ത് ഞാനൊരു വേറെ ചെറിയൊരു പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ജിനോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാം. അപ്പോൾ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ആ ഒരു സമയത്ത് പാട്ടായിട്ട് കീബോർഡൊക്കെ ഇട്ട് പുതിയ മ്യൂസിക്കൊക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷേ ജിനോ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് നിർബന്ധിച്ചു, നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ്. ഞാൻ ഒരു ദിവസം കമ്പനി വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അപ്പോൾ എനിക്കൊരു ലിറിക്സ് നേരത്തെ അയച്ചു തന്നു. പെട്ടെന്ന് എനിക്ക് കിട്ടിയൊരു മ്യൂസിക് ഞാൻ വെറുതെ ഫോണിൽ ഇങ്ങനെ പാടിയിട്ട് അത് ഫോണിൽ കൂടെ പാടി കേൾപ്പിക്കുകയാണ് ജിനോ ചേട്ടൻ ചെയ്തത്. അങ്ങനെ പെട്ടെന്ന് എടാ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞ് ജിനോ ചേട്ടൻ അങ്ങനെ വലിയൊരു നമുക്കെന്താ ശരിക്കും ഒരു മോട്ടിവേഷൻ തന്ന് ഇങ്ങടെ മുൻപോട്ട് കൊണ്ടുവരികയായിരുന്നു. സാർ ഒരു ആ പാട്ടൊന്ന് നെൽസനെ കൊണ്ട് നല്ല പാടിച്ചു നോക്കാം, അപ്പൊ അറിയാം അതിന്റെ ഒരു ഭംഗി. അതാണോ കേൾപ്പിച്ചു എന്ന് പറഞ്ഞത്, ഫോണിൽ കൂടി കേൾപ്പിച്ചു എന്ന് പറഞ്ഞത്? അതിന്റെ പല്ലവി ഒന്ന് പാടിയാലോ? തീർച്ചയായിട്ടും. എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നും എൻ്റെ പൈതലല്ലേ. എത്ര അകന്നാലും എത്ര മറന്നാലും നിൻമുഖമെൻ്റെ നെഞ്ചിലില്ലേ. അറിയാതകലും ഹൃദയങ്ങളിൽ ഞാൻ അണയുന്നു വാത്സല്യമോടെ. പകരുന്നിതാ എൻ്റെ ജീവനും. എത്ര വളർന്നാലും എന്തൊക്കെയായാലും നീ എന്നുമെൻ്റെ പൈതലല്ലേ. ഈ പാട്ടാണ് എൻ്റെ ഫസ്റ്റ് കമ്പോസിങ്. ജിജോക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്നെ കൊണ്ട് നമുക്കൊരു പാട്ടൊക്കെ പാടിക്കാം. അപ്പൊ നമുക്ക് ഏതാണ് നമുക്ക് ഒരു ഗാനം? എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഈ അടുത്ത കാലത്ത് ഒത്തിരി പേര് ഇവിടെ ഈ പാട്ട് കേട്ടിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ഞങ്ങൾ കുടുംബസമേതം ധ്യാനം കൂടാൻ ഒരു കാരണമായൊരു പാട്ടുണ്ട്. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ എന്ന് പറഞ്ഞിട്ടൊരു. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ. കുറച്ച് കുടുംബത്തിലെല്ലാം ഡിസോർഡർ ആയിട്ട് ഉള്ളൊരു കുടുംബമായിരുന്നു. അവർക്ക് ഭയങ്കര അനുഗ്രഹമായി, കരുത്തായി പാട്ടും. അത് ഏത് ആൽബത്തിലാണ്? അത് ജീവൻ നൽകും വചനം. നെൽസനാണ് ചെയ്തത്. വരികൾ ആരായിരുന്നു? റജി സിലവുങ്കൽ എന്ന് പറയും. നമുക്ക് ആ ഗാനം ഒന്ന് പാടിയല്ലോ ജിജോ?
ഈ മ്യൂസിക് ഡയറക്ടറുടെ മുമ്പിലിരുന്നാണ് പാടുന്നത് കേട്ടോ. അപ്പൊ ആ ഫീലില് നന്നായിട്ട് നമുക്ക് എല്ലാവരും ഉഗ്രം ഗായകനാണ്, നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഇത് അനുഭവം കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ആ ഗാനം ഒന്ന് പാടാം. ഓക്കെ, റെഡി. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാനെന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥാ. ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു. പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥാ കനിയേണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. ഗുഡ് ഗുഡ്, നന്നായി പാടി, വളരെ നന്നായിട്ട് പാടി. നല്ല ഫീലായിരുന്നു പാട്ട് കേൾക്കാൻ. നന്നായി പാടി, നന്നായി പാടി. ഈ പാട്ട് നല്ല ഫീൽ ചെയ്യുന്ന ഒരു പാട്ടല്ലേ? അതെ അതെ, ഇതുപോലത്തെ കുറെ പാട്ടുകൾ കൂടെ. അതെ അതെ, നിങ്ങളുടെ കൂട്ടുകെട്ടിൽ ഒരുപാട് ഇതുപോലെ ഗാനങ്ങൾ, ഏതാണ്ട് 10ഓളം ആൽബമാണ് നിങ്ങൾ തമ്മിൽ അല്ലേ കൂട്ടുകെട്ടിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു ആൽബം കഴിയുമ്പോൾ ഞാൻ പറയും, ജിനച്ചേട്ടാ നമുക്ക് അടുത്ത മതി എന്നുള്ള രീതി പറയും. പിന്നെയും അടുത്ത നല്ല ലിറിക്കുകൾ വരുമ്പോൾ നെൽസൺ തന്നെ വേറെ വേറെ പാട്ടുകൾ ചെയ്യും. ഈ കാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6-7 ആൽബങ്ങൾ, വൈദ്യൻ, പിതാവേ ആരാധന, ജീവൻ നൽകും വചനം, അതുപോലെ പൈതൽ, ഈശോ, ആമേൻ, കുറെ
പാട്ടുകൾ നെൽസന്റെ കൂടെ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ഞാൻ ആകെ വർക്ക് ചെയ്തിരിക്കുന്നത് ജിനോച്ചേട്ടന് വേണ്ടിയാണ്. പിന്നെ പുറത്തുള്ള വർക്ക് എന്ന് പറയാൻ വളരെ റെയർ ആയിട്ടുള്ള ചില ആൽബം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ജിനോയ്ക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് ഓർക്കാൻ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പല്ലവി നെൽസനെ കൊണ്ട് നമുക്ക് പാടിച്ച് നമുക്ക് പോകാം. ഈ അടുത്ത കാലത്ത് നമ്മുടെ ഈശോ എന്ന ആൽബത്തില് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയതാണ്. അത് യൂട്യൂബ് പോലും മില്യൺ വ്യൂവേഴ്സ് ഉള്ള ഒരു പാട്ടാണ്. ഈ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഓരോ ആൽബം ഇറക്കുമ്പോഴേ രാജേഷ് സാറ് ആദ്യം പറഞ്ഞ പോലെ ഒത്തിരി പേര് ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് അഭിപ്രായങ്ങൾ പറയും. ഇന്നവരെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, മാതാക്കന്മാരെ കുറിച്ച്, അങ്ങനെ ഓരോ സബ്ജക്ട് വൈസ് നമ്മളോട് ഒത്തിരി പേര് പറയാറുണ്ട്. ആൽബം ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുക. പിന്നെ വേറൊരു രാജേഷ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഈ പാട്ടുകൾ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് ഒരുങ്ങി, അതുപോലെ നോമ്പ് നോറ്റൊക്കെയാണ് ഓരോ പാട്ടുകൾ ചെയ്യുന്നത്. ചില ലിറിക്കുകൾ കുർബാന ബലിപീഠത്തിൽ അച്ഛന്മാർക്ക് കൊടുത്ത് ബലിപീഠത്തിൽ വെച്ച് ഒരു കുർബാന മുഴുവൻ അവിടെ ഇരുന്ന ശേഷമാണ് മ്യൂസിക് ചെയ്യുന്നത്. നമ്മുടെ സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തിരികെ എത്തിച്ച് വെച്ച് അങ്ങനെയാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാട്ടിനെല്ലാം അഭിഷേകം. നെൽസൺ പീറ്റർ പാടിയിട്ടുണ്ട്, മാതാപിതാക്കന്മാർക്ക് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നിന്നെ സ്നേഹിച്ച് ഞാനാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ പാട്ടാണ്. ശരിക്കും അത് ഈശോ എന്ന ആൽബം കല്യാണമൊക്കെ ഞങ്ങൾ അവിടെ ദുബായിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ജീവിത പങ്കാളി ഒരുമിച്ച് ഇതെല്ലാം ഇപ്പൊ ജനജന പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞിട്ടാണ് പെട്ടെന്ന് അത് എനിക്ക് അത് പറയാൻ തോന്നിയത്. കാരണം ഓരോ പാട്ട് ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ വൈഫ് എൻ്റെ അടുത്ത് വന്നിരിക്കും, പിയാനോ ഉണ്ട്, അതിൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ട്യൂൺ ചെയ്യുമ്പോൾ ട്യൂൺ വീണ്ടും മാറ്റി പിടിക്കും. അപ്പം പ്രാർത്ഥന കൂടുതൽ ശക്തമാവും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് നമ്മുടെ ഈ ഇപ്പൊ ചേട്ടൻ പറഞ്ഞ തന്നെ പാട്ടുകൾ ജനിക്കുന്നത്. അപ്പം ഈ നിന്നെ സ്നേഹിച്ചു എന്നുള്ള ഈ മാതാപിതാക്കളെ കുറിച്ചുള്ള ഗാനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ആ ഒരു വരികളായിട്ട് മനോഹരൻ ലിറിക്സ് തന്നു. ആ വരികളായിട്ട് കുറേ നാൾ ഞാനിങ്ങനെ ഇരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് വല്ലാത്തൊരു വിഷമം. അവിടെ ജിനേശ്വരനെ അവിടുന്ന് പ്രൊഡ്യൂസറല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എന്തായി വർക്ക് എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഒന്നും ആയില്ല. പക്ഷെ ജിനേശ്വരൻ എനിക്ക് സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നു. പക്ഷേ പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ മാതാപിതാക്കളുമായിട്ട് ഞാൻ വിളിച്ച് ഒരു ദിവസം ഭയങ്കരമായിട്ട് അവരുമായിട്ട് ഞാൻ കുറേ നേരം സംസാരിച്ച് വളരെ സന്തോഷപൂർവ്വം വളരെ ഇപ്പോൾ വിളിക്കാറുണ്ട് മിക്കപ്പോഴും. പക്ഷേ അന്നൊരു ദിവസം വിളിച്ചപ്പോൾ കുറച്ചുകൂടി ഇൻറ്റിമസി ആയിട്ട് സംസാരിക്കുകയും അവരൊക്കെ ആയിട്ട് വളരെ ഒരു പ്രാർത്ഥനാപരമായിട്ട് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ഞാനും വൈഫും കൂടി ഇങ്ങനെ ഇരുന്നു. ആ ഇരിപ്പിൽ തന്നെ ഒരു കോഡ് പിടിച്ച് അപ്പോൾ തന്നെ കിട്ടിയ ട്യൂണാണ് അത്. ശരിക്കും ദൈവത്തിന്റെ ഒരു ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നതിനാണ് ആ പാട്ട് എനിക്ക് പറയാൻ പറ്റുക. നമുക്ക് അതിന്റെ ഒരു പല്ലവി ഒന്ന് തീർച്ചയായിട്ടും. നിന്നെ സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. നിന്നെ സ്നേഹിച്ചു നീയാക്കിയ നിന്റെ മാതാപിതാക്കളെ നീ മറന്നു. വെയിലേറ്റുവാടിയ അവരാണു നിൻ തണൽ എന്നൊരു വേള നീ മറന്നു. വെയിലേറ്റുവാടിയ അവരാണു നിൻ തണൽ എന്നൊരു വേള നീ മറന്നു. ദൈവത്തിൽ നിന്നകന്നു കുഞ്ഞേ, ദൈവത്തിൽ നിന്നകന്നു. മനോജ് ഇലവങ്കലിന്റെ ലിറിക്കാണ് അത്. മനോജ് എഴുതിയ ഒരു മനോഹര പാട്ടാണ്. ഇതുപോലെ തന്നെ ഒരു പാട്ടും കൂടെ ഉണ്ട്, 2 ലൈൻ പാടിക്കാൻ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഈ ഈശോ എന്നുള്ള ആൽബത്തിന്റെ, അത് ഗോഡ് എന്നുള്ള 100ാമത്തെ ആൽബം കഴിഞ്ഞ് അടുത്ത 101ാമത്തെ ആൽബമാണ് ഈശോ. അതിലെ പാട്ടാണിത്. ഇതിനകത്ത് പിന്നെ ഒരു പാട്ട് കമ്പോസ് ചെയ്ത് ഞാൻ ദുബായിൽ ഇവരുടെ വീട്ടിലൊരു ദിവസം പോയി, ഷാർജയിൽ. അവിടെ ചുമ്മാ ഒരു മുറിയിരുന്ന് എൻ്റെ കീബോർഡിസ്റ്റ് മധുവും കൂടെ കൂടി ഇരുന്ന് ചെയ്ത ഒരു പാട്ടാണ്. ഇന്ന് നമ്മുടെ ഈ 1381 പാട്ടിൽ ഏറ്റവും ഹിറ്റ് പാട്ടാണ് അത്. ഒന്നുമില്ലായ്മയിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന സ്നേഹം. കസ്റ്റേട്ടൻ പാടിയ ഭയങ്കര മില്യൺ വ്യൂവേഴ്സ് ഉണ്ട് യൂട്യൂബിൽ. അതിന്റെ വരികളാരാ? അതും മനോജ്. നമ്മുടെ എല്ലാ വരികളും മനോജ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മനോജനായിട്ട് ഇത് സിങ്ക് ആണ്. ഫോണിൽ കൂടെ പറയുമ്പോൾ തന്നെ എടാ ഇന്ന് വരികൾ എഴുതിക്കോ, പെട്ടെന്ന് പെട്ടെന്നാണ് വരികൾ മനോജന് കിട്ടുന്നത്. അത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പറയാൻ സമയമില്ലാത്ത ഒരുപാട് പാട്ടുണ്ട് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള പാട്ട്. നമുക്ക് ഇപ്പൊ പറഞ്ഞ ഗാനത്തിന്റെ ഒന്നുമില്ലായ്മയിൽ അതിന്റെ ഒരു പല്ലവിനെ നമുക്കൊന്ന് പാടാം.
ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ നമുക്ക് അതിന്റെ ആ ചരണമില്ലേ, ചരണത്തിന്റെ പോർഷൻ കൂടെ ഒന്ന് പാടിയിട്ട് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാനോർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേക്കുവാനോർത്തില്ല ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേക ആശ്രയം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലി എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ ഗാനങ്ങൾ നമുക്ക് തരുന്ന ഇതൊരു എന്താ പറയുക, ഇതൊരു ആസ്വാദനമല്ല. ആസ്വാദനത്തിനപ്പുറത്ത് നമുക്ക് ഓരോ വരികളിലൂടെയും കടന്നു പോകുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന റിയൽ ആയിട്ടുള്ള ഒരു അഭിഷേകമുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആ ഒരുക്കത്തിൽ പറഞ്ഞില്ലേ, നെൽസൺ പറഞ്ഞില്ലേ, ആ ഒരു ഒരുക്കത്തിൽ ചെയ്യുന്ന വരികളിലെ അങ്ങനെ ഒരു ആത്മാവിന്റെ സ്പർശമുണ്ടാവും. നമ്മുടെ കണ്ണ് നനയിക്കാനും അതല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലല്ലേ, നമ്മൾ ഷൂട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ അങ്ങോട്ട് നമ്മളിതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. നമ്മൾ പറയുന്നു, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്രയൊക്കെയുള്ളൂ. പക്ഷെ നമുക്ക് ഏതോ ഒരു മൊമെന്റിൽ നമ്മൾ ദൈവത്തെ കാണാൻ പറ്റുക, നമുക്കൊന്ന് കരയാൻ പറ്റുക, ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക, എൻ്റെ ദൈവമേ യേശുവേ എന്ന് വിളിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, അത് നേരത്തെ നെൽസൺ പറഞ്ഞില്ലേ, ആത്മാവ്. ആ ആത്മാവ് ഉള്ള ഗാനങ്ങൾക്ക്, അങ്ങനെ ജനിച്ച ഗാനങ്ങൾക്ക് ഇതിന് പറ്റൂ. രാജ് സാറേ, ഇതുണ്ടല്ലോ, ഇത് 3-4 ഘട്ടങ്ങളില് ഇപ്പം രാജ് സാറെ ഞാൻ ശ്രദ്ധിച്ച് പാടിയപ്പോ 2 കണ്ണ് നിറഞ്ഞൊഴുകി. ഇതിന്റെ അപ്പുറത്ത് നിറഞ്ഞൊഴുകിയാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തപ്പോഴും ഇത് റെക്കോർഡ് ചെയ്ത് കെസ്റ്റേറ്റും പാടിയപ്പം സ്പോട്ടിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ് ഞങ്ങള്. അത്ര ഫീൽ. അതിൻ്റെ അനുബല്യവിലെ ലിറിക്കെന്നറിയോ, ഇന്നലെകൾ തന്ന വേദനകൾ നിന്റെ സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ആരങ്ങനെ എഴുതും? ഇന്നലെ തന്ന ജീവിതത്തിൽ തന്ന വേദനയല്ല നിന്റെ സ്നേഹമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. അത് അപ്പുറം ഒന്നും പറയാനില്ല. അപ്പൊ അത്രയും വേദനകൾ നിന്നിട്ടാണ് മനോജ് എഴുതി, അത്രയും വേദനകൾ നെൽസൺ പീറ്റർ മ്യൂസിക് ചെയ്തു, നന്നായിട്ട് പ്രോഗ്രാം ചെയ്തു, ഒത്തുവന്നു. ഇങ്ങനെ ഒത്തിരി നല്ല പാട്ടുകള്. വേദനകളെല്ലാം ദൈവം എന്താണ്, നിന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിൽ ശേഖരിച്ചിട്ടുണ്ട്
അത് ഞാൻ അല്ലേ സന്തോഷമാക്കി മാറ്റുമെന്ന് പറയുന്ന ആ ഒരു വചനമാണ് ഇതിലൂടെ എല്ലാം നിവർത്തിതമാകുന്നത്. നമ്മൾ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടോ അതെല്ലാം അത് ദൈവം എന്തിനു വേണ്ടിയായിരുന്നു നമ്മളെ ഉപയോഗിച്ചതെന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ചെയ്തു, തീർച്ചയായിട്ടും അസലായിട്ട് ചെയ്തു. ഇതിനകത്തൊക്കെ ഒത്തിരി ഉണ്ട്. കരയില്ലേ നീ എന്റെ മകനല്ലേ, എന്ത് പാട്ട്, അതൊക്കെ കേട്ടിട്ട് എത്ര പേരെ വിളിക്കണമെന്നറിയും. ഞാനുണ്ടല്ലോ എനിക്ക് ഒരു കാര്യം പറയാനിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഓരോ ആൽബം ചെയ്ത് കഴിയുമ്പോൾ ഇവരോടൊക്കെ പറയാറുണ്ട് ഞാൻ ഇനി നിർത്തി പരിപാടി. അതൊരു വർഷങ്ങൾക്ക് മുമ്പ് 5 വർഷം ഇനി നിർത്തി പറ്റിയില്ല. കാരണം നമുക്ക് ഫിനാൻഷ്യലി ഇതിന്റെ റിട്ടേൺ ഒന്നും പലപ്പോഴും കിട്ടുന്നില്ല. പിന്നെ നല്ല മനസ്സിലായിട്ടുള്ള ഒത്തിരി സുഹൃത്തുക്കളുടെ സഹായം കൊണ്ട് സഹകരണം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും ആൽബങ്ങൾ എത്തിയത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഓരോ ആൽബം കഴിയുമ്പോഴും പറയും നിർത്തിയത്. പക്ഷേ ഇത് പാട്ടുകൾ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ് ഒത്തിരി പേര് വിളിച്ച് ജിനോ നിങ്ങളുടെ പാട്ട് അവിടെ പാടി ഇവിടെ പാടി ഞങ്ങൾ അവിടെ കേട്ടു, ഞങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരാളെ മയക്കുമരുന്ന് അടിയുന്ന ഒരു കുഞ്ഞ് ഈ നമ്മുടെ ഒരു പാട്ട് കേട്ടിട്ട് ധ്യാനം കൂടാൻ പേര് കുടുംബം രക്ഷപ്പെട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ വെച്ച് ശാലോം റിട്രീറ്റിന്റെ ധ്യാനം കൂടിയിട്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ പറയും പിന്നെ നമുക്ക് നല്ല നല്ല പാട്ടുകൾ ചെയ്യാനും ഒക്കെ തോന്നുകയാണ്. അങ്ങനെയാണ് പിന്നെ പാട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മളിതൊരു വചന പ്രഘോഷണം പോലെ തന്നെ നമ്മളിതൊരു ശരിക്കും ശുശ്രൂഷയായിട്ട് തന്നെയാണ് ഈ പാട്ടുകളെല്ലാം നമ്മൾ കാണുന്നത്. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ദൈവം നമുക്ക് അവസരം തരുന്നതൊക്കെ ഒരു ശുശ്രൂഷയായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ റെസ്പോൺസ് അത് ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കുക എന്നുള്ളൊരു തീർച്ചയായിട്ടും ദൈവത്തിന് സ്തുതി, അതെ, ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകും. ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഈ എപ്പിസോഡിലുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദി. എനിക്കും കുറെ പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ആങ്കർ എന്നുള്ള രീതിയിൽ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയാണ് ചോദിക്കേണ്ട കാര്യം പോലുമില്ല. അപ്പോൾ അത് നിങ്ങളുടെ സാന്നിധ്യമാണ്, അത് നിങ്ങളുടെ ഒരു ഒരുക്കമാണ്, നിങ്ങളുടെ ഒരു പ്രാർത്ഥനയാണ്, അതിൻ്റെ ഉത്തരമാണത്. അപ്പോൾ അങ്ങനെ തന്നെ എന്നും പോകാൻ പറ്റട്ടെ. അപ്പോൾ നെൽസൺ, നമുക്ക് ഒരു എപ്പിസോഡും കൂടി ജിനോടെ നമുക്ക് പോകണം. സാർ ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഈ നമ്മൾ ഈ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ഒരുപാട് വർഷങ്ങൾ ധ്യാനം കൂടിയിട്ടുണ്ട് ഞാൻ പലപ്പോഴും. പക്ഷെ ഞാൻ ലാസ്റ്റ് ധ്യാനം കൂടിയപ്പോൾ അന്ന് അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞാൻ കുറേ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടില്ല. അന്ന് അവിടെ പാടിക്കൊണ്ടിരുന്ന ആൾ രാജ് സാറാണ് അവിടെ സ്റ്റേജിൽ പാടിയത്. അപ്പം ഞാൻ അവിടുത്തെ രാജ് സാറിൻ്റെ പല പാട്ട് കേട്ട് ഞാനവിടെ കരഞ്ഞിട്ടുണ്ട്, കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ ഒരു പാട്ട് കേട്ട് രാജ് സാറിൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തൊക്കെയൊരു അഭിഷേകം പോലെ തോന്നുന്നു. ദൈവത്തിന്റെ കൃപയായിരിക്കും. ദൈവത്തിന് സ്തുതി. അപ്പോൾ ഒരുപാട് നന്ദി അറിയിക്കുക. അപ്പോൾ നെൽസനും വന്നിരുന്നു. നെൽസന്റെ സാന്നിധ്യം വലിയ അനുഗ്രഹമായിരുന്നു കേട്ടോ. എനിക്ക് വളരെ സന്തോഷം. കാരണം ഇത് എന്റെ ഒരു ആദ്യത്തെ ഇന്റർവ്യൂ ആണ് ശരിക്കും. ആ ഒരു സന്തോഷം കൂടി ഞാൻ ഇപ്പൊ അറിയിക്കുകയാണ്. നമ്മുടെ ഇനിയും തന്നത് മനോഹരം, തരാനിരിക്കുന്നത് അതിമനോഹരം. അങ്ങനെ ചെയ്യാനായിട്ടുള്ള കൃപ എന്റെ ജീവിതത്തിലും 3 തലമുറേനെ എനിക്ക് ദൈവറെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. KG പീറ്റർ ചേട്ടന് ആ ഫസ്റ്റ് ബ്രേക്ക് ദിവിധാനമായിരുന്നു. രണ്ടാമത് മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. മകന്റെ മകള് ഇപ്പൊ അന്നക്കുട്ടി എന്നുള്ള ഗായികയുണ്ട്. ഈശോ അത്ഭുതത്തിലാണ് ആദ്യത്തെ എൻട്രി. അതും നമ്മുടെ കയ്യിലോട്ട് കൊടുക്കാൻ പറ്റി. ഞാൻ മകളുണ്ടാകുമ്പോൾ ഒരടുത്ത എൻട്രി കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല നിമിഷങ്ങൾക്ക് നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മൾ ഈ എപ്പിസോഡിൽ യാത്ര ചെയ്തത് സ്മൃതിഗീതം ശ്രീ ജിനോ കുന്നുംപുറം എന്ന ഗായകനാണ്. അദ്ദേഹം പ്രൊഡ്യൂസറാണ്, സംഗീത ആസ്വാദകനാണ്. അദ്ദേഹത്തിൻ്റെ സംഗീത ജീവിതത്തിലൂടെയാണ് നമ്മൾ പോയത്. അടുത്ത ആഴ്ചയിലും അദ്ദേഹത്തിൻ്റെ തന്നെ സംഗീത ജീവിതത്തിലെ വിശേഷങ്ങളാണ് ഉണ്ടാവുക. നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്കെല്ലാം നന്മ വരട്ടെ എന്ന വലിയ പ്രാർത്ഥന മാത്രം. നന്ദി, നമസ്കാരം. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണെന്നേക ആശ്രയം, ഒന്നുമില്ല